പുതുതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നമുക്കെല്ലാവർക്കും ഒരുമനപ്പെട്ട് സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവിക വചനങ്ങളെ ചിന്തിക്കുവാനും പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിലും സഭാ കൂട്ടായ്മകളിലും ഭവനങ്ങളിലും എപ്രകാരം പ്രാവർത്തികമാക്കാം എന്നും പഠിക്കുന്നതിനെക്കുറിച്ച് ഒരവസരം ഈ അന്ത്യനാളുകളിൽ കർത്താവായ ദൈവം നമുക്ക് നൽകിയതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നോട് കൂടെ ഈ 9-ാമത്തെ പാഠം ചർച്ച ചെയ്ത് പഠിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ഒരു ക്വാർട്ടറിൽ നാം ഉടനീളം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ 1-2 ലേഖനങ്ങളെ ആസ്പദമാക്കിയാണ്. കഴിഞ്ഞ ആഴ്ചയോടുകൂടെ നമ്മൾ 1-ാമത്തെ ലേഖനം പൂർത്തീകരിച്ചു. കർത്താവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് ഉയർപ്പിൻ്റെ ഉറപ്പ് നമുക്ക് എന്ത് പ്രത്യാശ നൽകുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊരിന്ത്യ സഭയോട് ഉള്ളതായ പ്രത്യേക സ്നേഹത്തെയൊക്കെയും അവിടെ എടുത്തു കാണിക്കുന്നു. ഈ 2-ാം ലേഖനത്തിലും വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ആമുഖമായി പറയുന്നു. അതൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചു ചിന്തിച്ച് നമ്മുടെ സഭയിൽ എപ്രകാരം അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാം എന്ന് നാം ചിന്തിക്കുവാൻ തക്കൊണ്ട് പോവുകയാണ്. ഇപ്രകാരം അവസരം നൽകിയതായ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനുള്ളതായ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ പാഠപഠനത്തിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളതായ പാഠം എന്ന് പറയുന്നത് 9-ാമത്തെ പാഠം ആയിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ശുശ്രൂഷ എന്ന തലവാചകത്തോടു കൂടെയുള്ളതായ പാഠമാണ്. മനപാഠവാക്യമായിട്ട് നൽകിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ എല്ലാവരുടെയും വേദപുസ്തകവും അതുപോലെ പാഠപുസ്തകവും നിങ്ങൾ എടുക്കുക, നിങ്ങൾ പഠിക്കുക, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പഠിക്കാം. ഇപ്രകാരം വായിക്കുന്നു: വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല. എനിക്ക് നിങ്ങളോട് ഉള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസത്തെ അടിയങ്ങൾക്ക് വേണ്ടി നൽകി. കർത്താവേ, അടിയങ്ങൾ ഇന്ന് ഒരുമനപ്പെട്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങൾ, കർത്താവേ, 2-ാം ലേഖനം പഠിക്കുന്നു, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം പഠിക്കുവാൻ തക്കൊണ്ട് പോകുന്നു. അതിൻ്റെ ആമുഖമായിട്ട് എന്തൊക്കെയാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്, അത് ഇന്നത്തെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങളുടെ സഭയിൽ എപ്രകാരം അത് പ്രാവർത്തികമാക്കാം, ഞങ്ങളുടെ സഭാ ശുശ്രൂഷന്മാരുടെ പ്രകാരം പെരുമാറാം എന്നൊക്കെയും ഞങ്ങൾ ചിന്തിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യവും നിറവും കൂട്ടായ്മയും കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. അടിയനോട് കൂടെയും കേൾവിക്കാരായിരിക്കുന്ന, കൂടെ ചേർന്ന് പഠിക്കുന്ന എല്ലാ ദൈവമക്കളിന്മേലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും ആത്മാവിൻ്റെ ബലവും ശക്തിയും ഉണ്ടാകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹം നിറഞ്ഞ ശുശ്രൂഷ എന്ന ഭാഗം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായവും 2-ാം അധ്യായവും ആസ്പദമാക്കിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോട് കൂടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനം. അതെന്തിനാണ്? നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, മറിച്ച് അപ്പോസ്തലനായ പൗലോസിന് കൊരിന്ത്യർക്കുള്ളതായ വലിയ സ്നേഹം നിങ്ങളെ അല്ലെങ്കിൽ അവരെ അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ ഭാഗത്തിൽ
നാം ഇവിടെ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന 2 കൊരിന്ത്യർക്ക് ലേഖനം 11-ാം അധ്യായം 24 മുതൽ താഴേക്കുള്ള 4 വാക്യങ്ങൾ 28 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയിലുടനീളം നേരിട്ടിട്ടുള്ളതായ വെല്ലുവിളികളും ശിക്ഷകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുറച്ച് പട്ടികപ്പെടുത്തി രേഖപ്പെടുത്തിയതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതൊക്കെയും താൻ അനുഭവിച്ചു. സുവിശേഷ വേല എന്നുള്ളത് നല്ല സിമ്പിളായിട്ട് സുഖം ഉള്ള ഒരു ഏർപ്പാടല്ല. വലിയ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയി കെട്ടിപ്പടുത്തതായ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ചതായ സഭയാണ് കൊരിന്ത്യ സഭ. അപ്പോൾ ആ ഒരു പ്രയാസത്തിലൂടെ കടന്നുപോയി അത് സ്ഥാപിക്കുമ്പോഴും ആ വലിയ സ്നേഹം, കരുതലും പരിപാലനവും എല്ലായ്പ്പോഴും അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഉള്ളവരോട് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോടുള്ള വിശ്വാസികളോടുള്ള വിശ്വാസി സമൂഹങ്ങളോടുള്ള തൻ്റെ സ്നേഹവുമായി ബന്ധപ്പെട്ട് എഴുതുന്ന ലേഖനങ്ങളാണിതൊക്കെ. അതിലോരോ കാര്യവും പല നല്ല രീതിയിൽ സഭയിൽ കൂട്ടായ്മ ഉണ്ടാകണം. ഐക്യ മനോഭാവത്തോടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ ഒന്നായി ജീവിക്കണം. മറ്റു പ്രയാസങ്ങളും പ്രതിസന്ധികളും വരാതെ നിങ്ങൾ അതിനെപ്രകാരം അതിനെ വിലയിരുത്തിക്കൊണ്ട് പഠിച്ചുകൊണ്ട് വലിയ പ്രശ്നത്തിലേക്ക് പോകാതെ അതിനെ ഒതുക്കി വിടണം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ അതിനെപ്രകാരം ഹൗ ടു സോൾവ് ഇറ്റ്, എപ്രകാരം അതിനെ പരിഹരിക്കാം, അതിനുള്ള സൊല്യൂഷനും എപ്രകാരമായിരിക്കണമെന്നൊക്കെയും നമ്മൾ കഴിഞ്ഞ ലേഖനങ്ങളിലൊക്കെ കണ്ടു. ഇത് തന്നെ ആയിരിക്കണം ഈ കൊരിന്ത്യ ലേഖനങ്ങളിൽ, തൻ്റെ ലേഖനങ്ങളിൽ, പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കുടുംബവും സഭയിലുള്ള ഐക്യവും സമൂഹമായുള്ള നമ്മുടെ ജീവിതവും താരതമ്യപ്പെടുത്തുമ്പോൾ എപ്രകാരം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ എപ്രകാരം നമ്മൾ ജീവിക്കണം എന്നുള്ളത് ഈ ലേഖനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സഭയിലായാലും സമൂഹത്തിലായാലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും എപ്രകാരം ജീവിക്കണം എന്നുള്ളത് ഈ ലേഖനങ്ങളിലൂടെ നൽകി തരുന്നു. നാം ഇവിടെ വായിക്കുമ്പോൾ 11-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന് തൻ്റെ ശുശ്രൂഷയിലുടനീളം നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ, ദുരനുഭവങ്ങളൊക്കെയുമാണ് അവിടെ കാണുന്നത്. 2 കൊരിന്ത്യർക്ക് ലേഖനം 11-ാം അധ്യായം 24 മുതൽ 28 വരെ ഇപ്രകാരം വായിക്കുന്നു. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ട്, ഒരിക്കൽ കല്ലേറുകൊണ്ട്, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഇതിലൊന്നും തന്നെ നമ്മൾ ഇന്നത്തെ പല ശുശ്രൂഷന്മാരും അനുഭവിച്ചിട്ടില്ല. പലർക്കും തന്നെ ബരമേൽപ്പിച്ചിരിക്കുന്നതായ സഭയുടെ ഉത്തരവാദിത്വം പോലും ഇല്ലാതെ ചുറ്റി കറങ്ങി നടക്കുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്രയൊക്കെ പ്രയാസങ്ങൾ നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ അടി കൊള്ളുമ്പോൾ തന്നെ നമ്മളെ ശുശ്രൂഷകളൊക്കെയും പലരും ഇട്ടെറിഞ്ഞു പോകും. എനിക്ക് വേണ്ട, ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത്രയും ശിക്ഷ എനിക്കുണ്ടെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോകും. എന്നാൽ ഇവിടെ നിരത്തിയിരിക്കുന്ന പട്ടികയിലനുസരിച്ചുള്ള അടിയും പട്ടിണിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും തണുപ്പും ദുരിതവും ഒക്കെയും നേരിട്ടിട്ടും ഇതിനിടയിൽ എന്തുണ്ട്? തൻ്റെ സഭകളെക്കുറിച്ചുള്ള, സഭയിലെ വിശ്വാസികളെക്കുറിച്ചുള്ള ചിന്താഭാരം ദിവസവുമുണ്ട്.
അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ആത്മീയപരമായിട്ട് അവരുടെ വളർച്ച എപ്രകാരമാണ്, ദൈവമായിട്ട് അവരുടെ ബന്ധം എപ്രകാരമാണ് നിലനിൽക്കുന്നത്. എവിടെയെങ്കിലും ആരെങ്കിലും എന്തിലെങ്കിലും പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്രകാരം അവരെ ദൈവത്തിങ്കിലേക്ക് വീണ്ടും അടുപ്പിക്കും, എവിടെയാണ് ഞാൻ അവരെ കൈക്കൊള്ളേണ്ടത്, എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്, അവരെങ്ങനെ അത് പരിഹരിച്ചുകൊണ്ട് നേരായ പാതയിൽ നയിക്കാം എന്നുള്ളതായ എല്ലാവിധമായ ചിന്താഭാരങ്ങളും അപ്പോസ്തലനായ പൗലോസിന് ഈ ശിക്ഷയിലൂടെ, ഈ പ്രയാസത്തിൻ്റെ ഇടയിലൂടെ കടന്നു വരുന്നുണ്ട്. ഇതിലൊക്കെയും ഉപരിയായിട്ട് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയവും വിശ്വാസവും, ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വവും, ദൈവത്തിൻ്റെ വലിയ സ്നേഹവും നിമിത്തമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നും കാണുവാൻ സാധിക്കുന്നു. കാരണം ഗോഡ് ചൂസൻ ഹിം, ദൈവം അവനെ വിളിച്ചു, ദൈവം അവനെ തിരഞ്ഞെടുത്തു. അത് ജാതികളിലേക്ക് സുവിശേഷം എത്തിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം എത്തിക്കുന്നതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലനെ ദൈവം തിരഞ്ഞെടുത്തു. ആ ഒരു ബോധ്യം പൗലോസ് അപ്പോസ്തലനിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, അല്ലേ? നമ്മൾക്കറിയാം, ക്രിസ്തുവിൻ്റെ സ്നേഹം പൗലോസ് അപ്പോസ്തലനെ നിർബന്ധിക്കുന്നു. ശുശ്രൂഷയിലും സ്നേഹത്തിലും എല്ലാ മേഖലയിലും തൻ്റെ സഹപ്രവർത്തകരോടും ശുശ്രൂഷകന്മാരോടും താൻ ശുശ്രൂഷിക്കുന്ന സഭയിലും സഭാവിശ്വാസികളുടെ ഇടയിലും സമൂഹത്തിലുമൊക്കെയും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ആദ്യം തന്നെ തുടങ്ങുന്നത് നന്ദിയർപ്പണവുമായി ബന്ധപ്പെട്ടാണ്. കൊരിന്ത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഈ സഭയോട് പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്ന ആഴമായ കരുതൽ നമുക്ക് ഉടനീളം കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്താത്തതുപോലെ അവരോടുള്ള അദ്ദേഹത്തിൻ്റെ, പൗലോസ് അപ്പോസ്തലൻ്റെ സ്നേഹം ഒരിക്കലും അവിടെ പരാജയപ്പെടുന്നില്ല. അതായത് ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹം ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്താത്തതുപോലെ തന്നെ കൊരിന്ത്യ സഭയോട് ഉള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നാം പരിശോധിക്കുമ്പോൾ 1 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 7 വരെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ നന്ദി അർപ്പിക്കൽ മനോഭാവത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ആ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ കാണുവാൻ സാധിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ദൈവം, സർവശക്തനായ ദൈവം നൽകുന്ന ആശ്വാസത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ നന്ദി അർപ്പിക്കൽ ശ്രദ്ധ ഇവിടെ കേന്ദ്രീകരിക്കുന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 3 മുതൽ ഇപ്രകാരം വായിക്കുന്നു. ഇവിടെ പ്രധാനമായും കാണും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി അർപ്പിക്കുന്നു എന്ന്. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ ഏതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടത നിങ്ങളും ക്ഷമയോടെ സഹിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആശ്വാസമായി ഭവിക്കുന്നു. കഷ്ടതയിലും പ്രയാസങ്ങളിലൂടെയൊക്കെയും കടന്നു പോകുമ്പോഴും അതെന്തിനു വേണ്ടിയാണ്? ദൈവിക സ്നേഹത്തിൽ അവർ പ്രയാസം ബുദ്ധിമുട്ടും അനുഭവിക്കുമ്പോഴും അത് തങ്ങളുടെ സഭ എപ്പോഴും നിലനിൽക്കണം. സഭയോടുള്ള പ്രത്യേകമായ താല്പര്യവും അവിടെ എടുത്തു കാണിക്കും, പ്രത്യേകമായുള്ള സ്നേഹവും അവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു കാണിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. 8 മുതൽ 11 വരെ ഉള്ളതായ വേദഭാഗങ്ങളിൽ നമ്മൾ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലന് നന്ദി പറയുന്നത് എന്തിനു വേണ്ടി കൂടെയാണ്? അവർ വലിയൊരു പ്രയാസത്തിലൂടെ, വലിയൊരു ക്രൈസിസിലൂടെ ഏഷ്യയിൽ ആയിരുന്നപ്പോൾ, ആസിയ പ്രദേശത്തിലായിരുന്നപ്പോൾ വലിയ കഷ്ടതയിലൂടെ അവർ കടന്നുപോയി. ആ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോഴും മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ അവർ കടന്നുപോയി. മരണത്തെ മുഖാമുഖം കണ്ടതായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നു. എന്നിരുന്നാലും ദൈവം അവരെ വിടുവിച്ചു. ആ വലിയ പ്രയാസത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും കർത്താവ് അവരെ വിടുവിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. 8 മുതൽ ഇപ്രകാരം വായിക്കുന്നു. സഹോദരന്മാരെ,
ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജീവനോടിരിക്കുമോ എന്നു നിരാശ തോന്നും വിധം ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ തക്കവിധം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. വീണ്ടും 10-ാമത്തെ വാക്യം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. ആമേൻ. വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്നു ഞങ്ങൾ അവനിൽ ആശ വച്ചിരുന്നു. അതിനു നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ആമേൻ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്കു വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. വലിയ പ്രയാസത്തിലൂടെ പൗലോസ് അപ്പോസ്തലനും സഹപ്രവർത്തകരും കഷ്ടം അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് പ്രത്യാശ അറ്റു, കാരണം അവരുടെ ഏക പ്രത്യാശ ഇനി പുനരുദ്ധാനമായിരിക്കും. ആ ഒരു പ്രയാസത്തിലൂടെ അവർ കടന്നുപോയി. എന്നിരുന്നാലും ദൈവം അവരെ വിടുവിച്ചു. അങ്ങനെ പൗലോസ് അപ്പോസ്തലനും സഹപ്രവർത്തകരും ആസിയിൽ അവർക്ക് വന്നിരുന്ന പ്രയാസങ്ങളിൽ അവർ ഭാരപ്പെട്ടു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മൾക്കറിയാം. 1-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ ശക്തിക്ക് മൂതി അത്യന്തം ഭയപ്പെട്ടു. കഷ്ടതയെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നു. അത് അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും അവസാനം, അല്ലെങ്കിൽ അവരുടെയും അവസാനം വന്നിരിക്കുന്നുവെന്ന് ഭയപ്പെടുത്തി. ഒരു നിമിഷത്തേക്ക് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുനരുദ്ധാനമാണ് അവരുടെ ഏക പ്രത്യാശയെന്ന് അവർ കരുതി. കാരണം ഈ വലിയ പ്രതിസന്ധി വന്നു, മരണനിഴലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വന്നു. അവർ തീർച്ചയായും മരണപ്പെടുമെന്ന് വിചാരിച്ചു. ഇനി മരണപ്പെട്ടാൽ അടുത്ത പ്രത്യാശ എന്താ? കർത്താവിൻ്റെ കാഹളനാദത്തിൽ കണ്ണിമിക്കുന്ന ഞൊടിയിൽ രൂപാന്തരപ്പെടുന്ന ആ ഒരു പുനരുദ്ധാനത്തിൻ്റെ അനുഭവം ആണ് അവരുടെ പ്രത്യാശ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഉണ്ട്, പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അതിലേക്കൊക്കെ കടക്കുമോ എന്നുള്ളതായ ഭയം അവർക്കുണ്ടായിരുന്നു. അത്രമാത്രം പ്രതിസന്ധിയിലൂടെ അവർ കടന്നുപോയെങ്കിലും എന്നാൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അവരെ എത്രമാത്രം വിടുവിച്ചു, ബലം നൽകി, സുവിശേഷത്തിൽ അവരെ വീണ്ടും ഉറപ്പിച്ചു നിർത്തി എന്നുള്ള പ്രത്യാശയും അവർക്കുണ്ട്. ആ ഒരു വിശ്വാസം ഉണ്ട്. അങ്ങനെ ദൈവം അവരെ വിടുവിച്ചു. നമ്മളിവിടെ വായിക്കുന്നത്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നോ ദൈവം ഞങ്ങളെ വിടുവിച്ചു. ആമേൻ. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരെയും ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ, അല്ലെങ്കിൽ നമ്മുടെ വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മൾ എന്ത് ചെയ്താണെങ്കിലും നമ്മളെ എല്ലാ ജീവിതങ്ങളിലും നമ്മൾ ആത്മീയപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കഴിഞ്ഞ കാലം, ഒരു പാസ്റ്റ് ഉണ്ട് അല്ലേ? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഈ പാസ്റ്റിൽ ഒരു വ്യക്തിക്കെങ്കിലും തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതമെങ്കിലും ചെയ്യാതിരുന്നിട്ടില്ല. അങ്ങനെ സാക്ഷ്യമില്ലാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ ഇടയിൽ കാണുകയില്ല. കഴിഞ്ഞ ഇത്രയും വർഷത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഒരുപാട് സന്ദർഭങ്ങളിൽ പ്രത്യാശ അറ്റിരിക്കുന്ന സമയത്ത് ഇനി എവിടുന്ന്, ഇനി എന്തു ചെയ്യും, ആ ഒരു അവസ്ഥയിലും ദൈവം എന്നെ, എൻ്റെ കുടുംബത്തെയും വിടുവിച്ചു. നമ്മെ ഓരോരുത്തരെയും അതുപോലെ വിടുവിച്ചിരിക്കുന്ന ഒരു സ്റ്റോറി, ടെസ്റ്റ് മണി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ കാലത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ വലിയ വിടുതൽ വരുന്ന നാളുകളിലും ഈ പ്രസൻറ്റിലും ഈ വർത്തമാനകാലത്തിലും ഫ്യൂച്ചർ ലൈഫിലും ഉണ്ടായിരിക്കുമെന്നുള്ള പ്രത്യാശ നമ്മളിൽ ഉണ്ടായിരിക്കും. കാരണം ആ പ്രത്യാശ ഉണ്ടാകുന്നതിൻ്റെ കാരണം ബിക്കോസ് യേശു നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നമ്മെ വിടുവിച്ചു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് നന്ദി അർപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. സഭയ്ക്ക് എന്തുകൊണ്ട് നന്ദി അർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ സഭയ്ക്ക് അതിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് കഷ്ടതയും പ്രയാസങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. സഭയിൽ എൻ്റെ കഷ്ടതയെക്കുറിച്ച്, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് അവതരിപ്പിച്ചു. സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഭയുടെ കൂട്ടായ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഉത്തരം പെട്ടെന്ന് ഇമ്മീഡിയറ്റായിട്ട് എനിക്ക് ലഭിച്ചു. ആമേൻ. അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. സഭയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വളർച്ചയ്ക്ക് പ്രധാന ഒരു പങ്കുണ്ട്. അതിന് അപ്പോസ്തലൻ പൗലോസ് സഭയോട് നന്ദി പറയുന്നതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. 11-ാമത്തെ വാക്യം, അതിനു നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. സഭ
അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. സഭയിലെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോഴും ഓരോ ശുശ്രൂഷകന്മാരുടെയും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം അവർക്ക് പിന്നിൽ അവർ ശുശ്രൂഷിച്ചു കൊണ്ടുവരുന്ന, നോക്കിക്കൊണ്ട് പരിപാലിച്ചു കൊണ്ടുവരുന്ന സഭ കൂട്ടായി അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് വേണ്ടി ഒരു വ്യക്തിയെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടാകുക എന്നതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് വേണ്ടി ഒരു വ്യക്തി ഈ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവി കാലത്തിന് വേണ്ടി, നിങ്ങളുടെ ഓരോ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ടോ എന്ന് ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ഈ ഭൗമിക അനുഗ്രഹങ്ങളൊക്കെ മാറിപ്പോകും, പക്ഷേ നിരന്തരമായിട്ട് എപ്പോഴും ഓൾവേസ് ഒരു വ്യക്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, അപ്പോൾ സഭയായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ പവർ എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ സഭയ്ക്കും ശുശ്രൂഷന്മാരായിരിക്കും നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക, കടപ്പെട്ടിരിക്കുക. സഭ നിരന്തരമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ സഭയിൽ തന്നെ ചിലർ, എല്ലാവരും എന്നല്ല, ചില ശുശ്രൂഷകന്മാരോട് വിദ്വേഷം വെച്ച് പുലർത്തുക, അവരുടെ ശുശ്രൂഷ പോരാ, അവർ ഇപ്രകാരം ജീവിച്ചാൽ പോരാ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്ന ഒരു വേർതിരിവ്, ആ ഒരു ഭിന്നത ഉളവാക്കുന്ന ഒരു കാര്യം പല സഭകളിലും ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. എല്ലാ സഭകളിലും ചിലപ്പോൾ 1-2 പേരുണ്ടായിരിക്കും. അതുപോലെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രീതിയിൽ ഇവിടെ ഈ സഭയിലുള്ള പലരും, ചില കൂട്ടം ആളുകൾ മാറിയിരുന്നു. എന്നാൽ അവരെയൊക്കെ എപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ അഭിമുഖീകരിച്ചത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവരോടൊക്കെയും ഉള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞ്, എങ്ങനെയാണ്, ഞാൻ ഒരിക്കലും ദൈവവചനത്തിൽ വിപരീതമായിട്ട് നിങ്ങളോട് പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്ത് എന്നെ ഉദ്ബോധിപ്പിക്കുന്നുവോ അത് ഞാൻ അതുപോലെ നിങ്ങൾക്ക് എഴുതുന്നു, അതുപോലെ നിങ്ങളോട് സംസാരിക്കുന്നു എന്നത് മാത്രമാണ്. സഭയെ ശാസിക്കുവാനും ശിക്ഷിക്കുവാനും ദൈവത്തിന് അധികാരമുണ്ട്. ദൈവം ചുമതലപ്പെടുത്തിയ ദൈവദാസന്മാർക്ക് അധികാരമുണ്ട്. സഭ തെറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ നേരായ വഴിയെ കാണിച്ച് നേരായ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പ്രധാന പങ്ക് വഹിക്കുന്ന ശുശ്രൂഷന്മാരാണ്. എന്നാൽ പലപ്പോഴും പല ശുശ്രൂഷന്മാർക്കും അത് പറ്റാതെ വരുന്നു. പലരും അത് താളടിയായി പോകുന്നു. കാരണം സഭയിൽ നിന്നും ചിലർ ഇങ്ങനെ ശുശ്രൂഷന്മാരെ കുറിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് മടുപ്പ് തോന്നി അവർ ചിലപ്പോൾ ഇട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഒരു കൂട്ടം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള വിചാരം നിങ്ങൾ മറക്കരുത്. ഇപ്രകാരം എപ്പോഴും നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കരുതലോടെ നാം പെരുമാറുക, വാഗ്വൈഭവത്തോടെ സംസാരിക്കുക. ഒന്ന് എടുത്തു ചാടി സംസാരിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഇന്ന കാര്യം ആ വ്യക്തിയോട് സംസാരിക്കുവാൻ പോകുന്നു, അത് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് തിരിച്ചുള്ള മറുപടി എന്തായിരിക്കും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി എടുത്ത് ഗ്രഹിച്ച് ബുദ്ധിപരമായിട്ട് സംസാരിക്കുവാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ടാവും. ആ വ്യക്തി നമ്മളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറയുമായിരിക്കും. പക്ഷേ നമ്മൾ സംസാരിക്കുന്നതിന് മുൻപായിട്ട് ദീർഘക്ഷമയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളത് മനസ്സിലാക്കി വരാനിരിക്കുന്ന കോൺസിക്വൻസസ് മനസ്സിലാക്കി, വരും വരായികകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് കൃത്യമായ ആൻസർ നൽകുക. വീണ്ടും നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പൗലോസിൻ്റെ എതിരാളികൾ മുൻകാല എഴുത്തുകളിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചിരുന്നതായിട്ട് കാണപ്പെടുന്നു. 13-14 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 13-14 നമ്മൾ തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ, പൗലോസ് തൻ്റെ ഉദ്ദേശങ്ങൾ വ്യക്തവും മനസ്സിലാക്കാവുന്നതും ആയിരുന്നുവെന്ന് വീണ്ടും അവർക്ക് ഉറപ്പ് നൽകുന്നു. സംശയിക്കാൻ ഉള്ളതായ ഒരു കാരണവും അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലുണ്ടായിരുന്നില്ല. എന്നാൽ ചിലർ തെറ്റായി അതിന് വ്യാഖ്യാനിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പക്ഷേ അത് എഴുതിയിരിക്കുന്നത് ഏറ്റവും നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്ന് പിന്നീട് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ പ്രകാരമാണ് 1-ാം അധ്യായം 15. ഇങ്ങനെ ഉറച്ചിട്ടു, നിങ്ങൾക്ക് രണ്ടാമത് ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്ന് വെച്ച് മുൻപേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കദോനിയയ്ക്ക് പോയി പിന്നെയും മക്കദോനിയയിൽ നിന്നും നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. ഇങ്ങനെ വിചാരിച്ചതിന് ഞാൻ ചാബല്യം കാണിച്ചുവോ? അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഉവ് ഉവ് ഇല്ല ഇല്ല എന്ന് ആകുവാൻ തക്കവിധം എൻ്റെ നിരൂപണം
ജഡീക നിരൂപണമോ? നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ കോട്ട് ചെയ്തുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു ഞങ്ങളുടെ വാക്കുകളും. ഒരിക്കൽ അവിടെ അത് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ല എന്നല്ല, ആ കാര്യം തന്നെയാണ്, ഉവ്വ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 19-ാമത്തെ വാക്യം, ഞാനും സിൽവാസോനും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ് എന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവ അവനിൽ ഉവ്വ് എന്നാകുന്നു. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകും വിധം അവനിൽ ഞങ്ങൾ ആമേൻ എന്നും പറയുന്നു. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലയോ? അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു എന്നാണ് നിങ്ങൾ ആദരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാഞ്ഞത്. അതിനു ദൈവം സാക്ഷി. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം ഉള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിനും ഞങ്ങൾ സഹായികളാകുന്നു. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരല്ലോ. സഭയെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് ഇതിനിടയിൽ ചില സ്നേഹത്തിന് വേണ്ടി പദ്ധതികൾ മാറ്റിവെക്കുക. സഭയോടുള്ള വളരെ സ്നേഹം കൊണ്ട് ഒരുപാട് പദ്ധതികൾ പൗലോസ് അപ്പോസ്തലൻ തീരുമാനിച്ചിരുന്നു. അവിടെ കൊരിന്ത്യയിലെ ചിലർ പൗലോസിൻ്റെ ഉദ്ദേശങ്ങളെയും സ്നേഹത്തെയും സംശയിച്ചതായിട്ട് നാം കണ്ടു. അത് ഇന്ന് ഉള്ളതായ സഭകളിലും ഒരു പാസ്റ്റർ ഒരു കാര്യം തീരുമാനിച്ച് നടത്തുമ്പോൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുവാൻ എപ്പോഴും ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ 1, 2, 3 പേർ സഭയിൽ ഉണ്ടായിരിക്കും. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്, കാഴ്ചപ്പാടിൽ നിന്നും അത് വളരെ വ്യത്യസ്തമായിരിക്കും. എന്നാൽ ആ ശുശ്രൂഷകൻ എന്ത് ഉദ്ദേശത്തോടു കൂടെയാണ് അത് ചെയ്തതെന്ന് ദൈവത്തിനറിയാം. എന്നാൽ അത് മനസ്സിലാക്കാതെ, അത് ഗ്രഹിക്കാതെ പെട്ടെന്ന് അവരുടെ മനസ്സിൽ വരുന്ന വൈകാര്യങ്ങൾ, ചിന്തകൾ ഉടനടി ശുശ്രൂഷകനോടോ സഭയിലോ പ്രചരിപ്പിച്ചാൽ അത് എന്തായിരിക്കും സംഭവിക്കാൻ തക്കൊണ്ട് പോകും? സഭയെ മുഴുവനായിട്ട് ഭിന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറും എന്ന് കാണുവാൻ സാധിക്കുന്നു. യൂദായുടെ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ, യൂദ, വെളിപ്പാടിന് മുൻപായിട്ടുള്ള യൂദ ഒരു അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 16, 17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. കാരണം സഭയ്ക്കകത്ത് തന്നെ ഭിന്നിപ്പും കലഹവും ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. 17 വാക്യം, നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുവിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൻ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്ന് കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യൂദ പറയുന്നു, യൂദായുടെ ലേഖനം പറയുന്നു. അപ്പോൾ 18-ാമത്തെ വാക്യം പറയുന്ന അന്ത്യകാലത്ത് ഭക്തികെട്ട ആളുകൾ, എന്താണ്, മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ സഭയിൽ ഉണ്ടായിരിക്കും. അവർ സഭയെ ഭിന്നിപ്പിക്കുവാൻ തക്കവണ്ണം തരത്തിലുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് പ്രയോഗിക്കും. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ഗ്രഹിച്ച് ആ വ്യക്തി പറയുന്നതിൽ കാര്യമുണ്ടോ, അതോ അത് പൊള്ളയായ സത്യമാണോ, അസത്യമാണോ, ദുരുപദേശമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിയ ഗ്രഹിച്ച സത്യവും വിശ്വാസത്തിന് അനുസൃതമായി ആധാരമാക്കി നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായും കാത്തിരുന്നു കൊണ്ട് എന്താണ്, ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവാൻ ഇവിടെ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഒരു സഭയാകുമ്പോൾ
എപ്പോഴും പല അഭിപ്രായമുള്ള വിശ്വാസികളുണ്ടായിരിക്കും. എന്നാൽ സഭയായി നമ്മൾ വരുമ്പോൾ ദൈവ സ്നേഹത്തിൽ വേരൂന്നിയുള്ള ഒരു ജീവിതവും പ്രവൃത്തിയും സംസാരവും നമ്മിലുണ്ടായിരിക്കണം. ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം, ഓരോ കുടുംബത്തിലും ഓരോ അംഗത്തിനും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ചില ശുശ്രൂഷന്മാരുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാതെ ആളുകളുണ്ടാകും. അവർ ഉടനടി ചോദ്യം ചെയ്യും. എന്നാൽ നാം മനസ്സിലാക്കുക, ആ ശുശ്രൂഷകൻ എന്ത് അടിസ്ഥാനത്തിൽ അത് ചെയ്തു എന്ന് മനസ്സിലാക്കുക. എന്നാൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണം. എന്നാൽ ഒരിക്കലും ആ ഒരു ശുശ്രൂഷൻ അറിയാത്ത കാര്യത്തെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെക്കുറിച്ചോ നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കുവാൻ പാടില്ല. ദൈവവചനം നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവസ്നേഹത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. സഭയായി നമ്മളായിരിക്കുമ്പോൾ അധികാരികളെ ബഹുമാനിക്കണം, ദൈവസ്നേഹത്തിൽ വേരൂന്നി നമ്മൾ ജീവിക്കണം, ശുശ്രൂഷകന്മാരെ നമ്മൾ മാനിക്കണം, അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഏറ്റവും ശക്തമേറിയ രീതിയിൽ സഭയായുള്ള ഒരു സഭയുടെ സപ്പോർട്ട്, സഹായം ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കണം, നേതൃത്വ നിരക്കുണ്ടായിരിക്കണം. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ എല്ലാം ഒരു സഭയിൽ ഒരു പ്രയാസം, പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെപ്രകാരം പരിഹരിക്കണം എന്നതുകൂടെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ശാസന കൂടിയേ തീരൂ എന്നുള്ളെങ്കിൽ അതിനനുസരിച്ചുള്ളതുണ്ട്. ചില തെറ്റുകൾ നമ്മൾ ഉടനടി ആ വ്യക്തിയെ ചോദ്യം ചെയ്ത് സഭയിൽ മുൻപിൽ ആ വ്യക്തി എന്താണ് അവഹേളിക്കുക, കരിവാരിത്തേക്കുക, ഒന്നും ചെയ്യാതെ അവനെ വിളിച്ചു വരുത്തി ദൈവസ്നേഹത്തിൽ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുക. ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എന്ന് നമുക്കറിയാം. നമ്മോട് നമ്മുടെ തെറ്റുകൾ ദൈവം ക്ഷമിക്കുന്നത് പോലെ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന തെറ്റുകളുണ്ടെങ്കിൽ ദൈവം അവന് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ? നമുക്ക് ദൈവസ്നേഹത്തിൽ പൊറുക്കാം, അവനോട് ക്ഷമിക്കാം, അന്യോന്യം സ്നേഹിക്കാം, പ്രവർത്തിക്കാം, ജീവിക്കാം. ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ ലോകത്തിൻ്റെ പരപ്പിലായിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ വേരൂന്നി ജീവിക്കുവാനും സഭയോട് എപ്രകാരം നമ്മൾ നീതി പുലർത്തി ജീവിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. 2-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണുന്നു. കുറ്റം ചെയ്തവന് നമ്മൾ മാപ്പ് കൊടുക്കണം. കുറ്റമുണ്ടാകും, അത് ആവർത്തിക്കാതിരിക്കുവാൻ സഭ നോക്കുക, സഭയുടെ മേൽനോട്ടം ഉണ്ടായിരിക്കുക. പാപത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ദൈവം നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുന്ന പോലെ നമുക്കും അതിനെ മാപ്പ് കൊടുക്കാം. ദൈവസ്നേഹത്തിൽ നാം ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ചെയ്തു തീർക്കുവാനും നമ്മൾ ശ്രമിക്കുക. നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവാണ്. ആ വരവിന് വേണ്ടി മറ്റുള്ളവരെ ഒരുക്കുവാൻ, ദൈവസ്നേഹത്തിൽ ഒരുക്കുവാൻ നാം ഒരുങ്ങിയിരിക്കുക. അതിനോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെയും ഒരുക്കുവാനായിട്ട് നമ്മൾ മറക്കരുത്. ഇപ്രകാരം ക്രിസ്തുവിലുള്ളതായ ഒരു വിജയം നാം എല്ലായ്പ്പോഴും കണ്ടെത്തണം. ക്രിസ്തുവിലുള്ള സ്നേഹം നാം എല്ലായ്പ്പോഴും കണ്ടെത്തണം. ഒരു കരുതൽ, ഒരു നന്ദി അർപ്പിക്കൽ നമ്മളെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. വരുന്നതായ നാളുകളിലെ പഠനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ ശുശ്രൂഷകളെ സഹായിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും സഭയിലെ ശുശ്രൂഷ മാത്രമല്ല, നമ്മളെ സഭയിലെ ഓരോ കുഞ്ഞുവരെ ഈ ശുശ്രൂഷയിൽ ഭാഗങ്ങളാണ് നമ്മൾ ഓർമ്മ വയ്ക്കുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു കൂട്ടത്തെ ഒരുക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മിഷനിലാണ്, ദൗത്യത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ ശക്തിയോടെ നമ്മളത് ചെയ്യുക. കാരണം നമ്മൾ പോകുന്ന പാതാളത്തിൽ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കുന്ന നാൾ വരെയും വിശ്വസ്തനായിട്ട് ദൈവസ്നേഹത്തിൽ വേരൂന്നിക്കൊണ്ട് കർത്താവിന് വേണ്ടി നിലനിന്നുകൊണ്ട് കർത്താവിൻ്റെ ദൗത്യത്തിൽ പങ്കാളികളായി മറ്റുള്ളവരെ ഒരുക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക. ചില കാര്യങ്ങൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. വെള്ളിയാഴ്ചത്തെ ഭാഗം സിസ്റ്റർ വൈറ്റ് ഗോഡ്സ് അമേസിംഗ് ഗ്രേസ് പേജ് നമ്പർ 122 പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും വലിയ ദുഃഖങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ ആശ്വാസം പകരുന്നവർ. അവർ പോകുന്നിടത്തെല്ലാം സന്തുഷ്ടി കൊണ്ടുവരുന്നവർ. അത്തരക്കാർ അവരുടെ കഷ്ടതകളാൽ ശിക്ഷിക്കപ്പെടുകയും മധുരതരമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഷ്ടതകൾ അവരെ ആക്രമിച്ചപ്പോൾ അവർക്ക് ദൈവത്തിലുള്ള ദൃഢവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. മറിച്ച് തന്നെ സംരക്ഷിക്കുന്ന സ്നേഹത്തോട് കൂടുതൽ അടുത്ത്
അത്തരക്കാർ ദൈവത്തിൻ്റെ ആർദ്രമായ കരുതലിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് എന്ന് രേഖപ്പെടുത്തുന്നു. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഡ്സ് അമേസിംഗ് ഗ്രേസ് 122 പേജിൽ തന്നെ, ഒരു സമർപ്പിത ക്രിസ്തീയ ജീവിതം എപ്പോഴും വെളിച്ചവും ആശ്വാസവും സമാധാനവും ചൊരിയുന്ന ഒന്നായിരിക്കും. അത് വിശുദ്ധി, നയം, ലാളിത്യം, ഉപയോഗക്ഷമത എന്നിവയിൽ സവിശേഷമാണ്. സ്വാധീനത്തെ വിശദീകരിക്കുന്ന നിസ്വാർത്ഥ സ്നേഹത്താൽ അത് നിയന്ത്രിക്കപ്പെടുന്നു. അത് ക്രിസ്തുവിനാൽ നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഉടമ പോകുന്നിടത്തെല്ലാം വെളിച്ചത്തിൻ്റെ ഒരു പാത അവശേഷിപ്പിക്കുന്നു. രഞ്ജി വൈറ്റ് കമൻസ് ഇൻ ദ SDA ബൈബിൾ കമൻട്രി വോളിയം 6 പേജ് നമ്പർ 1094 ഇപ്രകാരം പറയുന്നു: സഭയിൽ തെറ്റിനെ ശാസിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പൗലോസ് അപ്പോസ്തലന് തോന്നി. എന്നാൽ തെറ്റിനെ ശാസിക്കുന്നതിൽ അദ്ദേഹം ആത്മനിയന്ത്രണം കൈവിട്ടില്ല. തൻ്റെ പ്രവൃത്തിയുടെ കാരണം ആകാംക്ഷയോടെ അദ്ദേഹം വിശദീകരിക്കുന്നു. തെറ്റുകാരൻ്റെ ഒരു സുഹൃത്തായിരുന്നെന്നു ധരിപ്പിക്കുവാൻ അദ്ദേഹം എത്ര ശ്രദ്ധയോടെ പ്രവർത്തിച്ചു. അവരെ വേദനിപ്പിക്കുന്നത് തനിക്ക് വേദന നൽകുമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. തൻ്റെ താല്പര്യം അവരുടേതുമായി താതാത്മ്യം പ്രാപിക്കുന്നു എന്ന ധാരണ താൻ അവരുടെ മനസ്സിൽ അവശേഷിപ്പിച്ചു. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെയും പഠിക്കുക. സഭയിൽ തെറ്റുകളുണ്ടായിരിക്കും, തെറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. എന്നിരുന്നാലും നമുക്ക് കിട്ടിയ വെളിച്ചത്തിനനുസൃതമായിട്ട് എപ്രകാരം അതിനെ സോൾവ് ചെയ്യാം, എപ്രകാരം അതിനെ ബുദ്ധിയോടെ ഇടപഴകാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എടുത്തു ചാടി ഒരു കാര്യവും തീരുമാനിക്കാതെ, പറയാതെ നമ്മൾ ആലോചിച്ച് നല്ല തീരുമാനത്തിൽ, ദൈവസ്നേഹത്തിൽ നമ്മൾ തീരുമാനമെടുക്കുക. ശുശ്രൂഷന്മാരോടാണെങ്കിലും ശുശ്രൂഷന്മാർ സഭാവിശ്വാസികളോടാണെങ്കിലും എല്ലാം ദൈവസ്നേഹത്തിൽ ദീർഘക്ഷമയിൽ ഇടപഴകുക. ഈ പഠിക്കുന്ന പഠനമൊക്കെയും ഈ അന്ത്യനാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മുടെ സഭയിലും സമൂഹത്തിലും കുടുംബജീവിതത്തിലും വ്യക്തിപരമായുള്ള നമ്മുടെ ജീവിതത്തിലും അത് ഏറ്റവും സഹായകരമാകും. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം, നമ്മെ തന്നെ ഒരുക്കാം, മറ്റുള്ളവരെ ഒരുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വചന ക്ലാസ് അടിയങ്ങൾക്ക് വേണ്ടി നൽകി. അടിയങ്ങളുടെ കർത്താവെ, ജീവിതത്തിൽ വന്നു പോയതായ തെറ്റുകുറ്റങ്ങൾ, കുറവ്, പ്രശ്നങ്ങളെല്ലാം കർത്താവ് അവിടുന്ന് ക്ഷമിച്ചു തരുമാറാണ് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നിരന്തരം അടിയങ്ങളെ ക്ഷമിക്കുന്നു, വലിയ ശിക്ഷാവധി നൽകാതെ അടിയങ്ങളെ വീണ്ടെടുക്കുന്നു, പ്രത്യാശയുള്ളവരായി നിലനിർത്തുന്നു. കർത്താവെ, അങ്ങ് അടിയങ്ങൾക്ക് നൽകുന്ന വലിയ സ്നേഹം അടിയങ്ങൾക്കും മറ്റുള്ളവരിലേക്ക് നൽകുവാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയാകുമ്പോൾ, കുടുംബമാകുമ്പോൾ, സമൂഹമാകുമ്പോൾ എപ്രകാരം ഒരു ഇഷ്യൂ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്മയത്വത്തോടെ പെരുമാറുവാൻ, ബുദ്ധിയോടെ തീരുമാനമെടുക്കുവാൻ, എടുത്തുചാടി ഒരു കാര്യം ചെയ്യാതെ ദീർഘക്ഷമയിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനോട് കൂടെ കേൾവിക്കാരായിരുന്ന പഠിച്ച എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്, കടഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗപ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും ആശ്വാസവും അവിടുന്ന് പകർന്നു നൽകുവാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹത്തായി കൊണ്ട് പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെയും താഴ് സമർപ്പിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ വിശ്വസ്തരായി ജീവിക്കാൻ തക്കണം സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം വരുള്ളമേ സ്വർഗ്ഗസ്നപിതാവേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. നിങ്ങളോട് കൂടെ നിങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ ഉണ്ടാകുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ആലപ്പുഴ 12 സെക്ഷന് നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.